എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. കേരള PSC നടത്തിയിരിക്കുന്ന വിവിധ പരീക്ഷകളുടെ ഷോർട്ട് ലിസ്റ്റ് കേരള PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഏതെല്ലാമാണ് പുതുതായിട്ട് വന്നിരിക്കുന്ന ഷോർട്ട് ലിസ്റ്റ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മളൊന്ന് പരിശോധിക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയത്തിലേക്കുള്ള എക്സാം. ധാരാളം പേര് പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. അതിൽ ആലപ്പുഴ ജില്ലയിലേക്ക് നടത്തിയ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് കേരള PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. കാറ്റഗറി നമ്പർ 707/2023. ഈ ഒരു പരീക്ഷ നടത്തിയിരിക്കുന്ന OMR രീതിയിൽ 6/7/2024 ഇന്ന് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തുടർന്നുള്ള ഘട്ടം എന്ന് പറഞ്ഞാൽ ഇൻ്റർവ്യൂ, അതോടൊപ്പം തന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനുമാണ്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ കേരള PSCയുടെ വെബ്സൈറ്റിലൂടെ നിങ്ങൾ അറിയിക്കുമെന്നും കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ എത്ര പേരാണ് ഈ ഒരു ജില്ലയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇവിടെ 220 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 223 പേര് സപ്ലി ലിസ്റ്റിലും 15 പേര് ഡിഫറൻറ്റ് ലേബിൾ ലിസ്റ്റിലുമുണ്ട്. അങ്ങനെ ടോട്ടൽ 458 പേരാണ് ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 61.33 മാർക്കാണ്. 61.33 മാർക്കാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ പറയുന്ന ലിസ്റ്റും അതുമായി ബന്ധപ്പെട്ട് തുടർന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെയും കേരള PSCയുടെ വെബ്സൈറ്റിലൂടെയും അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ കൃത്യമായിട്ട് നമ്മുടെ വെബ്സൈറ്റും നിങ്ങളുടെ ആ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. തുടർന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് PSC പറയുന്നുണ്ട്. ഇനി നമ്മുടെ അടുത്ത ലിസ്റ്റ് ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇനി അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലിസ്റ്റും കേരള PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 707/2023 അതിൻ്റെ കാറ്റഗറി നമ്പർ. ഈ ഒരു പരീക്ഷയുടെ OMR എക്സാം നടന്ന 6/7/2024 രണ്ടാം ഘട്ട ഇതെന്ന് പറയുന്നത് ഇൻ്റർവ്യൂ, അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അതൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഷോർട്ട് ലിസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മെയിൻ ലിസ്റ്റിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്, സപ്ലി ലിസ്റ്റിൽ എത്രയാണെന്ന് നോക്കാം. 124 പേര് മെയിൻ ലിസ്റ്റിലും 139 പേര് സപ്ലി ലിസ്റ്റും 7 പേര് ഡിഫറൻറ്റ് ലേബിൾ ലിസ്റ്റിലുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 270 പേരാണ് ടോട്ടൽ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 62.33 ഇവിടെ നൽകിയിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. 62.33 മാർക്കാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ട് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം അതിൻ്റെ ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഷോർട്ട് ലിസ്റ്റ് 709/2023 അതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത്. 20/7/2024 ഇതിൻ്റെ പരീക്ഷ നടത്തിയത്, OMR എക്സാം നടത്തിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ മൊത്തം 152 പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു, 154 പേര് സപ്ലി ലിസ്റ്റിൽ വന്നു, 4 പേര് ഡിഫറൻറ്റ് ലേബിൾ ലിസ്റ്റിൽ വന്നു, 310 പേരാണ് ഷോർട്ട് ലിസ്റ്റിൽ ടോട്ടലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന 42 മാർക്കാണ് ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വയനാട് ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പരിചയപ്പെട്ടത്. LP സ്കൂൾ ടീച്ചറുമായി ബന്ധപ്പെട്ടിട്ട് തുടർന്നുള്ള അപ്ഡേറ്റ്സ്, ഇതിൻ്റെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ തുടർന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ പോർട്ടലിലൂടെ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം NCA ഹിന്ദു നാടാർ കാറ്റഗറി നമ്പർ 491/2023 ഇൻ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ കൊല്ലം ഡിസ്ട്രിക്ട്. അവിടെ ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ ഇപ്പോൾ ലിസ്റ്റും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ പരീക്ഷ നടന്നിരിക്കുന്നത് 20/7/2024 OMR രീതിയിൽ നടത്തിയ ഒരു പരീക്ഷയാണ്. ഇതിൻ്റെ ആ ഒരു ലിസ്റ്റിലേക്ക് വരുമ്പോൾ 11 പേരാണ് ആ ഒരു കാറ്റഗറിയുമായി ബന്ധപ്പെടുത്തിയിട്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്, ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് 53 മാർക്കാണ്. 53 മാർക്കാണ് ഈ ഒരു ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് മാർക്കായിട്ട് നിർണ്ണയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഷോർട്ട് ലിസ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കേരള PSCയുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരത്തിലുള്ള അപ്ഡേറ്റ്സും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുടർന്നും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ തുടർന്നുള്ള ദിവസങ്ങളും മറ്റ് ലിസ്റ്റുകളും മറ്റ് ജില്ലകളുടെ ലിസ്റ്റുകളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും നേരിട്ട് നിങ്ങൾ ആ ലിസ്റ്റിൽ ഉണ്ടാവട്ടെ എന്ന് പറയുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.